മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് എന്ന സ്ഥലമുണ്ട്. ഇവിടെ പാടത്ത് വലിയ മലബാർ മഹോത്സവം നടക്കുന്നുണ്ട്. വളരെ മനോഹരമാണ്. ഇവിടെ എടുത്തു പറയുന്നത് റോബോയുണ്ട്, ഷെയ്ക്കാൻ കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് എല്ലാം കേൾക്കുന്ന റോബോട്ടിക് സിസ്റ്റം ഉണ്ട്. അത് വളരെയധികം മനോഹരമാണ്. അതുപോലെ തന്നെ പലവിധ കടൽ മീനുകളും അണ്ടർ ടണലും ഉണ്ട്. അതേപോലെ തന്നെ പല വിധത്തിലുള്ള കടൽ മത്സ്യങ്ങൾ ഇവിടെ കാണാൻ കഴിയും. വളരെ മനോഹരമാണ്. ആളുകൾ ഇവിടെയൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാടത്ത് വളരെ സൗകര്യമുണ്ട്. പാർക്കിങ്ങിന് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. 150 രൂപയാണ് ഫീസ്. മലപ്പുറം മഹോത്സവം ഇത് വർഷങ്ങളായി നടന്നു വരുന്നൊരു വിനോദമാണ്. അതുപോലെ തന്നെ ഇന്ന് കാണേണ്ടത് വളരെയധികം നിർബന്ധമാണ്. കാരണം നമ്മുടെ മീനുകളെ, കടൽ മത്സ്യങ്ങളെ അടുത്ത് തന്നെ കാണാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ പല വിഭവങ്ങളുണ്ട്, പല സ്റ്റാളുകളുമുണ്ട്. അതിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. അവിടെ എല്ലാ വിധത്തിലുള്ള സിസ്റ്റങ്ങളുണ്ട്. ഇതാണ് ആളുകൾ പല ഭാഗത്തു നിന്നും ഇവിടേക്ക് വരികയാണ്. നമ്മുടെ മനോഹരമായ എല്ലാവിധ വിനോദങ്ങളും ഇവിടെയുണ്ട്. കവാടത്തിൽ തന്നെ ഒരു വലിയൊരു ആമയുണ്ട്. ആമ വളരെ ഹൈലൈറ്റായ എടുത്തു പറയേണ്ട ഒരു ജീവൻ തുടിക്കുന്നത് പോലെയുള്ളൊരു നിർമ്മിതിയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ യന്ത്രഊഞ്ഞാൽ, അതുപോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള എല്ലാവിധ മനോഹരമായ സിസ്റ്റങ്ങളും ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വസ്തുത, കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്ക് സ്റ്റാളുകളും മറ്റും എല്ലാം അതിനുള്ളിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഒഴിവ് ദിവസങ്ങളിൽ 11 മണി മുതലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ 1 മണി മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 9 മണി വരെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പുത്തൂർ ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോട്ടക്കൽ അങ്ങാടിയിലേക്ക് പോകേണ്ട ഇവിടെ ഈ ജംഗ്ഷനിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇത് ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വളരെയധികം മനോഹരമാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വലിയൊരു രാത്രികാലം ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്. കളി കാണാൻ പോകേണ്ടവർക്ക് അങ്ങോട്ടും തന്നെ പോകാം. ഇതാണ് പലവിധ കാഴ്ചകളും. അതുകൊണ്ട് ഇത് ഒരു ജീവിതത്തിൽ ഇത് വളരെ പരിമിതമായ ദിവസങ്ങളെ ഇവിടെയുള്ളൂ. അതുകൊണ്ട് ഇതിനുള്ളിൽ തന്നെ ഇത് കാണണം. ഒരുപാട് ഫ്ലവറുകളും ഇവിടെയുണ്ട്. ഇതുപോലെയുള്ള കലാകാരന്മാർ ഇവിടേക്ക് വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഓരോ ദിവസവും ഓരോ കലാകാരന്മാരാണ് ഇവിടെ വരുന്നത്. കണ്ണൂർ ഷെരീഫ്, ഗൗരി ലക്ഷ്മി, അനാൻഷ, ശ്രീരാഗ്, ശ്രീനന്ദ, തേക്കിൻകാട് ബാൻഡിൻ്റെ വളരെ മനോഹരമായ ഗാനാപലവനുണ്ട്. അതുപോലെ റിമി ടോമി, എടുത്തു പറയേണ്ട ഒരു വസ്തുത, റിമി ടോമി വരുന്നുണ്ട്. ഉദ്ഘാടനം ജനുവരി 31 വൈകിട്ട് 6 മണിക്ക്. സ്റ്റീഫൻ ദേവസ്യ വളരെ വയലൻ വിദ്വാനാണ്. അദ്ദേഹം വളരെയധികം പ്രഗത്ഭരായ ആളുകൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഇവിടേക്ക് ജനം തിങ്ങി നിറയുന്നൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ വന്നെങ്കിലാണ് ഇതിൻ്റെ മനോഹാരിത കിട്ടുകയുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല ഹൈലൈറ്റ്, വളരെ നല്ല ഹൈലൈറ്റ് വീഡിയോകളും മറ്റു മനോഹരമായ ദൃശ്യങ്ങളും നമുക്ക് സ്വന്തം എടുക്കാം. അതുപോലെ തന്നെ ജീവൻ തുടിക്കുന്നത് പോലെയുള്ള മൃഗങ്ങളുടെ രൂപങ്ങൾ അവിടെയുണ്ട്. എല്ലാവിധ സൃഷ്ടികളും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടക്കലിൻ്റെ ഒരു അഭിമാനമാണ് ഈ മലബാർ മഹോത്സവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ ലിമിറ്റായ ദിവസത്തിനുള്ളിൽ ഇവിടെ കാണേണ്ടതാണ് ഈ കാഴ്ചകളെല്ലാം തന്നെ. മലപ്പുറം ജില്ലയുടെ ഒരു അഭിമാനം തന്നെയാണ് ഈ കോട്ടക്കൽ അങ്ങാടിയുടെ അടുത്ത് തന്നെയാണ് ഈ പുത്തൂർ ജംഗ്ഷനിലാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത സവാരിക്ക് കുതിരകളും അതുപോലെ തന്നെ ഒട്ടകങ്ങളും ഉണ്ട്. അത് വളരെയധികം മനോഹരമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കുതിര സവാരിയോ അല്ലെങ്കിൽ ഒട്ടക സവാരി ചെയ്യണം. അതിൻ്റെ ചെറിയ ഫീസുള്ളൂ അതിന്. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ട് ആസ്വദിക്കണം. നമുക്ക് തന്നെ തിരുവനന്തപുരത്തു നിന്നും വന്നുള്ള ടീമാണ് നമുക്ക് ഒരുക്കി തന്ന ഈ ആളുകളോട് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണിത്. അതുകൊണ്ട് ഫാമിലി അടക്കം ഇവിടെ വന്ന് ആസ്വദിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്.